മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം അവസാനിച്ചു. മന്ത്രി പി രാജീവും മന്ത്രി കെ രാജനും സമരപന്തലിൽ എത്തി. ഇന്നലെ സമരമിരിക്കുന്നവർക്ക് നാരങ്ങാനീരൊക്കെ നൽകി സമരം അവസാനിപ്പിച്ചത്. അതേസമയം തന്നെ സമരം തുടർന്ന് മുനമ്പം സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ലോലിപോപ്പിൽ വീട് പോയവരാണ് സമരം അവസാനിപ്പിച്ചത് എന്ന് മുനമ്പം സംരക്ഷണ സമിതി പറയുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും മുനമ്പത്തെ ആളുകൾ രണ്ടായി മാറിയോ എന്ന ചോദ്യമാണ് എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്നത്. കാരണം നമുക്കറിയാം 615ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 400-ലേറെ ദിവസങ്ങളിലായി സത്യാഗ്രഹ സമരം, നിരാഹാര സമരം തുടർന്ന് നിരവധി സമരങ്ങളുടെ വേലിയേറ്റമായിരുന്നു മുനമ്പത്തുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടാകുകയും ഒരു പറ്റം മുനമ്പം ആളുകൾ സമരം അവസാനിപ്പിക്കുകയും, എന്നാൽ സമരം അവസാനിക്കുന്ന ആ സമയം തന്നെ മറ്റൊരു ഭാഗം ആളുകൾ സമരം തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സമരം തുടങ്ങിയിരിക്കുന്നത് മുനമ്പം സമരസമിതിയാണ്. അതിന്റെ വൈസ് പ്രസിഡന്റായ ജിംസി ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി ജിംസി ആന്റണി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അതായത് നിങ്ങൾ കൂട്ടമായി ഒറ്റക്കെട്ടായി നിന്ന ഒരു ജനതയാണ്, ഒരു കരക്കാരാണ് മുനമ്പംകാര് എന്ന് പറയുന്നത്. മറ്റുള്ള കരക്കാർക്കൊക്കെ അസൂയാവഹമായ കാര്യമായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. 610 കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പള്ളിയുടെ അങ്കണത്തിൽ ഒന്ന് ചേർന്നിരുന്ന് 400-ലേറെ ദിവസങ്ങൾ സമരം ചെയ്തു എന്നുള്ളത് വലിയ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് നിങ്ങൾ പിരിഞ്ഞത്? ഇന്നലെ സമരത്തിന്റെ 414-ാം ദിനമായിരുന്നു. നവംബർ 16-ാം തീയതി കോടതി ഒരു ഉത്തരവ് വന്നു. കാര്യം അടയ്ക്കാമെന്നൊരു വിധി വന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റി കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയെ അറിയിക്കാതെ, അതായത് 610 കുടുംബങ്ങൾക്ക് ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുകയോ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയോ ചെയ്യാതെ തന്നെ ഈ കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നിർത്താൻ പോകണമെന്നുള്ളൊരു വാർത്ത ഞങ്ങൾ അറിയുകയാണ്. ഈ വാർത്ത കേട്ടതോടുകൂടി മുനമ്പം ജനതയുടെ റവന്യാവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ ആയിരുന്നു ഞങ്ങളുടെ റിലേ നിരാഹാര സമരം ഒക്ടോബർ 13-ാം തീയതി ദേവാലയത്തിൽ ആരംഭിച്ചത്. കരമടയ്ക്കുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ഏകലക്ഷ്യം. ഞങ്ങൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും, പോക്കുവരവ്, അതുപോലെ തന്നെ സ്ഥലം വിൽപ്പന, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങളുണ്ട്. അത് കരമടയ്ക്കുക മാത്രമല്ല, പോക്കുവരവ് നടത്തുക എന്നുള്ളത് കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കമുള്ള ആളുകൾ വന്ന് മുനമ്പംകാരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് പോക്കുവരവ് നടത്താൻ പറ്റുമോ എന്നറിയാൻ ഒരു മുനമ്പം നിവാസി പോയത്. നമുക്ക് ആ ദൃശ്യം കൂടി ഒന്ന് കാണാം. അങ്ങ് തുടരൂ, ഒരു മിനിറ്റ് തുടരൂ. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. സാറേ, ഞാൻ മുൻപത്തിൽ നിന്നാണ്. കരമടക്കാൻ പറ്റൂലല്ലോ, ഈ പോക്കുവരവൊക്കെ ശരിയാക്കണ്ടേ. അപ്പൊ ഇന്നലെ ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കരമടക്കാനും റവന്യൂ അവകാശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ മന്ത്രി വന്നപ്പോഴേ കിട്ടിയിട്ടില്ല അല്ലേ? ഞങ്ങൾക്ക് പോക്കുവരവ് നടത്തണേ വന്നിട്ടില്ല അല്ലേ? അതെ അല്ലേ? ഒപ്പരവൊന്നും ചെയ്യണമെന്നാണ് അറിയിച്ചത്. ാണ് മുനമ്പത്തെ ഒരു ആള് വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുന്നത്. കരമടയ്ക്കാമെന്ന് പറയുന്നത് കേട്ടു. എന്റെ സ്ഥലം ഒന്ന് പോക്കുവരവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വില്ലേജ് അധികൃതർ പറഞ്ഞത് ഇവിടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജിംസി ചേച്ചി, അങ്ങയിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാതെ കുറെ ആളുകൾ തുടർന്നുകൊണ്ടിരുന്ന സമരം അങ്ങ് നിർത്തി, എന്നാൽ മറ്റൊരു ഭാഗം ആളുകൾ സമരം തുടർന്നു. അപ്പോൾ ഈ സമരം നിർത്തിയ ആളുകൾ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ ഈ സമരം പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർത്തിയത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അങ്ങനെയായിരിക്കാം. കാരണം ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കരമടക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റി കൂടി സമരം നിർത്തണമെങ്കിൽ ഇലക്ഷൻ കൊല്ലമില്ലേ എന്നൊരു സംശയം തന്നെയുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ കൺവീനർ ഇതിനു മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയതായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ജനങ്ങൾ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ഇതിന് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകാമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുനമ്പം ജനത വേറൊരു വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് തന്നെ, അതായത് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് വേണ്ടിയുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു സമരപ്പന്തൽ ഉയർത്തുകയും ആ സമരപ്പന്തലിൽ ഞങ്ങളുടെ റിലേ നിരാഹാര സമരം തുടരുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോഴും
മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമാണ് ഇപ്പോഴും സമരം തുടരുന്നത് എന്നാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നു, ആ രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് വലിയൊരു ആരോപണം അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് മറുപടി? ഈ സമരത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ മുഖം ഇത് ചൂണ്ടിക്കാണിക്കാനാവില്ല. കാരണം സമരത്തിലും ആദ്യമൊന്നും രാഷ്ട്രീയം കടന്നു വന്നിരുന്നില്ല. ഇപ്പോഴൊക്കെ ചില രാഷ്ട്രീയ വ്യക്തികൾ കടന്നു വരുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ അവിടെ സമരപ്പന്തൽ ഇറങ്ങപ്പോഴും ഇതിലൊരു രാഷ്ട്രീയ മുഖമില്ല. ഇതിൽ മുനമ്പം ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടണമെന്ന മനോഭാവമുള്ള മുനമ്പത്തെ ജനങ്ങൾ മാത്രമാണുള്ളത്. ഇതിലൊരു രാഷ്ട്രീയപരമായ ഒരു താല്പര്യവുമുള്ള വ്യക്തികൾ ഇതിലില്ല. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ ഒന്നാമത്തെ ദിവസം, അതായത് ഈ പുതിയ സമരത്തിന്റെ ഒന്നാമത്തെ ദിവസം, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമരത്തിന് 415ാമത്തെ ദിവസം, ആ സമരത്തിന് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ സത്യാഗ്രഹം നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചത് ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ആണെന്ന് തോന്നുന്നു. സമര നേതാക്കൾ നാരങ്ങാനീര് നൽകി ഇന്നത്തെ ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഒരു കാര്യം കൂടി, അപ്പോൾ ബാക്കി വരും സമരം നിർത്തിയ ആളുകൾക്ക് അവരുടെ സ്ഥലത്തിന് ഈ കരമടക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും വേണ്ട എന്നാണോ? ഒന്നും കാണാതെ അവരങ്ങ് സമരം നിർത്തുമോ? സർക്കാർ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയണത്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും എത്ര വേഗം തന്നെ നടപ്പിലാക്കി കൊടുക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഉറപ്പ് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം അതിൽ ഉത്തമ ഉദാഹരണമാണ് കോൺവെന്റ് ബീച്ച് പാലം പണി. സർക്കാർ നൽകിയ ഒരു ഉറപ്പായിരുന്നു ബീച്ച് പാലം പണി ഉടനെ തീർക്കുമെന്ന്. 2021 പാലം പണി തീർക്കുമെന്ന് ഞങ്ങൾക്ക് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ഇത് 2025 പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു വഞ്ചിത പാലത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഞങ്ങൾക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടരുകയും ചെയ്യുന്നു. ഏതായാലും മുനമ്പം എന്ന് പറയുന്നത് കേരളത്തിന് ആകമാനം ഒരു മുറിവുണ്ടാക്കിയ ഒന്ന് തന്നെയാണ്. മുനമ്പത്തെ 615ലധികം കുടുംബങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവൻ ഒരു വേദനയായി മാറിയ ഒന്ന് തന്നെയാണ്. എന്തായാലും മുനമ്പംകാരുടെ എല്ലാവിധത്തിലുള്ള ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിവിടെ ഇപ്പോൾ സംസാരിച്ച സമരസമിതി വൈസ് പ്രസിഡന്റായ ജിംസിയാണ്. വളരെയേറെ നന്ദി.